ഞാൻ ആസർ പൊന്നാൻ. ചാനൽ 5+ലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ ഇപ്പോഴ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയാണ്. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുടെ പേര് പറഞ്ഞ് മുസ്ലിം വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് CPIM. CPIM പറയുന്നത് പോലെ വെൽഫെയർ പാർട്ടിയുമായി ഒരു മുന്നണി ബന്ധം UDF ഉണ്ടാക്കിയതായി നമുക്കറിയില്ല. അവർ ഇടതുപക്ഷത്തിൻ്റെ മുസ്ലിം വിരുദ്ധ നിലപാടുകൾക്കെതിരെ UDFന് നിരുപാധികം പിന്തുണ നൽകുകയാണ് ചെയ്തത്. അവരെ മുന്നിൽ എടുക്കണമെന്ന് അവരോ വേണോ വേണ്ടോ എന്ന് UDF ഒരു ചർച്ചയും എവിടെ നടത്തിയതായിട്ടും നമുക്കറിയില്ല. എന്നാൽ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വെൽഫെയർ പാർട്ടിയുമായി പരസ്പരം മുന്നണി ബന്ധമുണ്ടാക്കിയ പ്രസ്ഥാനമാണ് CPIM. കേരളത്തിലെ ജമാഅത്തിന് സ്വാധീനമുള്ള പല ത്രിതല പഞ്ചായത്തുകളിലും CPIMൻ്റെ പ്രതിനിധി പ്രസിഡന്റും വെൽഫെയർ പാർട്ടിക്കാരൻ വൈസ് പ്രസിഡന്റുമായിട്ട് ചില സമയത്ത് SDPIക്കാരും BDP-കാരനൊക്കെ വന്നിട്ടുണ്ട്. ചില പഞ്ചായത്തുകളിലൊക്കെ ഭരണം നടത്തിയതായി നിരവധി പഞ്ചായത്തുകളുണ്ടായിരുന്നു. 2015 തിരുവനന്തപുരത്ത് വെച്ച് അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായും ആലപ്പുഴ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് G സുധാകരൻ്റെ സാന്നിധ്യത്തിലും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ മന്ത്രി സജി ചെറിയാനുമായൊക്കെ ചർച്ച നടത്തിയ വിശദവിവരങ്ങളൊക്കെ വിളിച്ചെത്തു വന്നതാണ്. കേരളത്തിലെ 70 ത്രിതല പഞ്ചായത്തുകളിൽ വെൽഫെയർ പാർട്ടി CPM സഖ്യം നിലയിടുന്നു. അപ്പോൾ നമ്മൾ തെക്കൻ ജില്ലയിൽ നിന്നെടുത്ത ആലപ്പുഴ ജില്ലയിൽ തന്നെ പാണാവള്ളി, അരുവിക്കുറ്റി പഞ്ചായത്തുകളിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മുന്നണി ബന്ധത്തിലായിരുന്നു അവർ ഭരണം നടത്തിയിരുന്നത്. മലപ്പുറം ജില്ലയിൽ 23 പഞ്ചായത്തുകളിലും കോഴിക്കോട് ജില്ലയിൽ 12 പഞ്ചായത്തുകളിലും അടക്കം 70 പഞ്ചായത്തുകളിൽ വെൽഫെയർ പാർട്ടിയും SDPIയും ഒക്കെ കൂടെ കൂട്ടി CPM സാമ്പാർ മുന്നണി ഉണ്ടാക്കി. മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ, കാരശ്ശേരി, മുക്കം പഞ്ചായത്തുകളിലടക്കം വെൽഫെയർ പാർട്ടി CPM മുന്നണിയായി മത്സരിക്കുകയും പഞ്ചായത്ത് ഭരണം അവർ വീതം വെക്കുകയും ചെയ്തിരുന്നു. അത് നിഷേധിച്ചുകൊണ്ട് CPM ഇത്രയും കല്ല് വെച്ച നുണ പറയുമ്പോൾ ഈ 70 പഞ്ചായത്തുകളിലെ പാർട്ടി അണികളും വോട്ടർമാരുമൊക്കെ CPMനെ എങ്ങനെ വിശ്വസിക്കും? അവരെങ്ങനെ CPMന് വിശ്വാസത്തിലെടുക്കും? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത അംഗീകൃത രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് വെൽഫെയർ പാർട്ടിക്ക് ഏത് മുന്നണിയുമായും സഹകരിക്കാനും സഹായിക്കാനും ഒക്കെ അവകാശമുണ്ട്. ആദ്യഘട്ടങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ മൂല്യം നോക്കി വോട്ട് ചെയ്തിരുന്ന വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയും പിന്നീട് കുറേ കാലം കടുത്ത ഇടതുപക്ഷ അനുഭാവികളായിരുന്നു. മുസ്ലിം സമുദായത്തിൻ്റെ പുരോഗമന മുഖമായിരുന്നു അന്ന് പിണറായി വിജയനും ദേശാഭിമാനിയൊക്കെ ഈ വെൽഫെയർ പാർട്ടിക്ക് ചാർത്തിക്കൊടുത്തത്. ഇടതുപക്ഷത്തിൻ്റെ തീവ്ര പിന്തുണ നൽകിയിരുന്ന മറ്റൊരു വിഭാഗമായിരുന്നു കാന്തപുരം വിഭാഗം. ഈ കാന്തപുരം വിഭാഗത്തിന് ഇപ്പോഴുള്ള ജമാഅത്ത് വിരുദ്ധ പ്രസ്താവനയൊന്നും അന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചാൽ UDF എങ്ങനെ തീവ്ര ഹിന്ദുത്വത്തെ എതിർക്കാൻ കഴിയും എന്ന് ചോദിക്കുന്ന AP ഗ്രൂപ്പിൻ്റെ ആൾക്കാർ പിണറായി വിജയൻ്റെ പോലീസിൻ്റെ കാവ്യവൽക്കരണത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയതായി നമുക്കറിയില്ല. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നടന്ന സമരത്തിൽ പങ്കെടുത്ത മുസ്ലിങ്ങളുടെ പേരിൽ പോലീസ് എടുത്ത കള്ളക്കേസുകൾ തമിഴ്നാടും കർണാടകയും ഒക്കെ പിൻവലിച്ചപ്പോൾ ഈ AP സുന്നിക്കാരായ പ്രവർത്തകരടക്കം പിണറായി വിജയൻ്റെ പോലീസ് ചാർത്തിയ കേസിന് പിറകെ കോടതി വരാതെ കയറിയിറങ്ങുന്നത് നമുക്കങ്ങനെ മറക്കാൻ കഴിയുമോ? മതസംഘടനയായാലും രാഷ്ട്രീയ പാർട്ടിയായാലും അവർക്ക് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടാകാം. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം തുടർച്ചയായി മറ്റു മുസ്ലിം സംഘടനാ പ്രതിനിധികൾക്കൊന്നും ഇപ്പോൾ ഈ സമസ്ത EKP എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ആർക്കും കൊടുക്കാതെ AP ഗ്രൂപ്പിന് മാത്രം CPM നൽകിയതിൻ്റെ കടപ്പാടും നന്ദിയും അവർക്ക് ഇങ്ങനെയൊക്കെയല്ലേ പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പുറത്ത് ഹിന്ദു മഹാസഭ LDFന് പിന്തുണ നൽകുന്നതിൽ ആർക്കും ഒരു പരാതിയുമില്ല. കടുത്ത വർഗീയ വിഷം ചീറ്റുന്ന വെള്ളാപ്പള്ളി നടേശൻ, വെള്ളാപ്പള്ളിയെ പിണറായി വെള്ളപൂശി അദ്ദേഹത്തെ പ്രശംസിച്ചൊക്കെ നമ്മൾ കേട്ടതാ. ആ വെള്ളാപ്പള്ളിയും ഹിന്ദു മഹാസഭക്കാരും പിണറായി വിജയൻ്റെ ഗവൺമെൻറ് 3ാം തവണയും അധികാരത്തിൽ വരുമെന്ന് നടത്തിയ പ്രസ്താവനയും ഹിന്ദുത്വവാദികളുടെ പിന്തുണ ആർക്കാണെന്നതിന് ബോധ്യമാണ്. ഇനി നമുക്ക് ഈ വിഷയത്തിൽ CPMൻ്റെ ഇരട്ടത്താപ്പ് നയമെന്ന് പരിശോധിക്കാം. രാജസ്ഥാനിലെ CPMൻ്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ നന്ദി സൂചകമായിട്ട് അദ്ദേഹം ആദ്യം ഓടിച്ചെന്ന് കേക്ക് മുറിച്ച് വായിൽ കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിയുടെ അവിടുത്തെ അമീറിനാണ്. തൊട്ടടുത്ത് നമ്മുടെ തമിഴ്നാട്ടിൽ തൃശ്ശിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ CPMൻ്റെ പൊതുയോഗത്തിൽ വെൽഫെയർ പാർട്ടി നേതാക്കളും കൂടെ പ്രസംഗിക്കുന്ന വീഡിയോയൊക്കെ ചാനൽ ചർച്ചയിൽ പലരും ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പ്രദർശിപ്പിച്ച് കണ്ടു. അന്നൊന്നും വെൽഫെയർ പാർട്ടി തീവ്രവാദ സംഘടന ആയിരുന്നില്ല. UDFന് പിന്തുണ നൽകുമ്പോൾ അവർ തീവ്രവാദ സംഘടനയാകുന്നു. ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പറയുന്നത് തങ്ങൾക്ക് പിന്തുണ നൽകുന്ന PDP പീഡിതരുടെ പാർട്ടി എന്ന്, നല്ല വാക്കാണ് കേട്ടോ, പീഡിതരുടെ പാർട്ടി എന്നാണ്.
ആരാണ് PDPയെ പീഡിപ്പിച്ചത്? അതുകൂടി ഗോവിന്ദ മാസ്റ്റർ ഒന്ന് പറയണം. 1992 മുതലക്കുളം മൈതാനത്ത് നടന്ന തീവ്രവാദ പ്രസംഗത്തിന്റെ പേരിൽ 98 മഅ്ദിനി അറസ്റ്റ് ചെയ്ത് തമിഴ്നാട് പോലീസിന് കൈമാറിയത് ഇടതുപക്ഷ മുന്നണിയുടെ വിജയമാണെന്ന് അന്നത്തെ സർക്കാർ പ്രസിദ്ധീകരണമായ PRDയിൽ വരെ അച്ചടിച്ചു വന്നത് പീഡിപ്പിക്കാർ മറന്നാലും മതേതര കേരളം മറക്കില്ല. അത് കഴിഞ്ഞ് കോയമ്പത്തൂരിൽ വെച്ച് നടന്ന CPMന്റെ പൊതുസമ്മേളനത്തിൽ മഅ്ദിനിയെ തന്ത്രപൂർവ്വം അറസ്റ്റ് ചെയ്ത് കോയമ്പത്തൂർ പോലീസിന് കൈമാറിയത് തൻ്റെ മിടുക്കാണെന്ന് പരസ്യമായി പ്രസംഗിച്ചത് അന്നത്തെ മുഖ്യമന്ത്രി E.K. നായനാരാണ്. 2018 മഅ്ദിനി അറസ്റ്റ് ചെയ്ത് കർണാടക പോലീസിന് നൽകിയതും ഈ പിണറായി വിജയന്റെ ഗവൺമെന്റാണ്. ഇവിടെ വെൽഫെയർ പാർട്ടിയുടെയോ മുസ്ലിം ലീഗിന്റെയോ മറ്റു മുസ്ലിം സംഘടനാ നേതാക്കളുടെ ഒക്കെ പേരിൽ തീവ്രവാദം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു കേസും നിലവിലുള്ളതായിട്ട് നമുക്കറിയില്ല. എന്നാൽ നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്ന അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് പൊന്നാനിയിൽ പാർലമെന്റ് മണ്ഡലത്തിൽ അവർ ഒന്നിച്ച് മത്സരിച്ചിരുന്ന കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളിൽ CPMന്റെ കൂടെ സാമ്പാർ മുന്നണി ഉണ്ടാക്കിയ SDPIക്കും PDPക്കുമെതിരെ എത്ര തീവ്രവാദ കേസുകൾ കേരളത്തിൽ നിലവിലുണ്ട്? CPM അതൊന്ന് പുറത്തു പറയണം. ഏറ്റവും അവസാനം അബ്ദുൽ നാസർ മഅ്ദിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കളമശ്ശേരിയിൽ തമിഴ്നാട് ഗവൺമെന്റിന്റെ ബസ് കത്തിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ തടിയൻ്റെ അവിടെ നസീർ അടക്കമുള്ള 3 PDPക്കാരെ കോടതി ശിക്ഷിച്ചത് കുറച്ച് മുമ്പാണ്. ഈ ഇലക്ഷന് ഇന്നോ നാളെയൊക്കെ അവസാനിക്കും. CPM കത്തിച്ചു വിടുന്ന ഈ വർഗീയതയുടെ വിഷനാമ്പുകൾ അവസാനം മാടിക്കത്തി CPMന് തന്നെ വിനാശമാകുമെന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്കറിയാം വടകരയിലെ കാഫർ വിവാദം, അത് നമ്മൾ മറന്നിട്ടില്ല. ഹിന്ദു മുസ്ലിം സ്പർദ്ധ വളർത്തി ഹിന്ദു വോട്ടുകൾ നേടിയെടുക്കാൻ ശൈലജ ടീച്ചറും CPMും നടത്തിയ ഈ കാഫർ വിഭാഗ നാടകം അവസാനം CPMന്റെ നേതാക്കൾ തന്നെ ഉണ്ടാക്കിയതാണെന്ന് തെളിഞ്ഞിട്ടും ഇന്ന് വരെ അതിലെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ ഇടതുപക്ഷത്തിന്റെ പിണറായിയുടെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. CPMന്റെ കൂടെ നിൽക്കുമ്പോൾ മതേതരവാദികളും എതിർക്കുമ്പോൾ വർഗീയവാദികളുമാകുന്നു. ഈ നിലപാട് CPM അവസാനിപ്പിക്കണം. കാരണം ജനങ്ങൾ ഇതൊക്കെ കാണുന്ന ആളുകളാണ്. ഒരു കാലത്ത് സാമുദായിക പ്രസ്ഥാനങ്ങളെ മുന്നണി എടുക്കില്ല എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിന്റെ തീവ്രത പോരാ എന്ന് പറഞ്ഞ് സേട്ടു സാഹിബിനെ കൂടെ കൂട്ടി പേരൊക്കെ മുസ്ലിം പേര് ഒഴിവാക്കി INL ഒക്കെ ഉണ്ടാക്കിയത് CPM ആണ്. EMS മടിയിൽ വെച്ചിട്ടാണ് INL പേരിട്ടത്. എന്നിട്ടും അവർക്ക് സാമുദായിക പാർട്ടിയാണെന്ന കാരണം പറഞ്ഞ് 20 വർഷത്തോളധികം കാലം CPM മുന്നണിയിലെടുക്കാതെ പുറത്തു നിർത്തി. എന്നാൽ ഈ മുസ്ലിം സമുദായ പാർട്ടികളൊക്കെ ഇങ്ങനെ അകറ്റിയെടുത്തപ്പോഴും ക്രിസ്ത്യൻ സാമുദായിക പാർട്ടികളെ കേരളത്തിലെ ഈ കേരള കോൺഗ്രസുകളെ മുന്നണിയെടുക്കാൻ CPMന് ഒരു വിമുഖതയും ഉണ്ടായിരുന്നില്ല, ഒരു കാത്തുനിൽപ്പും ഉണ്ടായില്ല. ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം തീവ്രവാദ സംഘടനയായി CPM മുദ്ര കുത്തിയിരുന്നത് കാന്തപുരം AP അബൂക്കർ മുസ്ലിയുടെ AP സുന്നിയായിരുന്നു. കാരണം അന്ന് ചേകനൂർ മൗലവി എന്ന പുരോഗമനവാദിയായ പണ്ഡിതനെ തട്ടിക്കൊണ്ടുപോയി കൊല ചെയ്ത് AP ഗ്രൂപ്പിന്റെ ടൈഗർ സുന്നിയായിരുന്നു. അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെട്ടതൊക്കെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തന്നെയാണ്. അന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കും പാർട്ടിയുടെ പുരോഗമന കലാസാഹിത്യ സമിതിക്കുമൊക്കെ കൊടും ഭീകരനായിരുന്നു AP അബൂക്കർ മുസ്ലിം. മറ്റു സംഘടനകളും ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകും കൊലപാതകം നടത്തിയത് നമുക്കറിയില്ല. എന്നാൽ ഇന്ന് അദ്ദേഹം നവോത്ഥാന നായകനും ഇടതുമുന്നണിയുടെ വോട്ട് ബാങ്കുമാണ്. ഈ യാഥാർത്ഥ്യം നിലമ്പൂരിലെ വോട്ടർമാർ തിരിച്ചറിയുക തന്നെ ചെയ്യും. വെൽഫെയർ പാർട്ടി ബന്ധത്തിന്റെ പേരിൽ VD സതീശനെ ചോദ്യം ചെയ്യുന്ന എളമരം സഖാഫി അടക്കമുള്ള APയുടെ ആളുകൾ വെൽഫെയർ പാർട്ടിയും CPM ഒക്കെ ആയിട്ടും SDPI ഒക്കെ ചേർന്ന് രൂപീകരിച്ച പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ രൂപീകരിച്ച ഈ സാമ്പാർ മുന്നണിയിൽ എളമരം സഖാഫിയുടെ വാഴക്കാട് പഞ്ചായത്തിലും ഈ സാമ്പാർ മുന്നണി ഉണ്ടായിരുന്നു. അതിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നു, VDPക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. അന്നൊന്നും ഈ വെൽഫെയർ പാർട്ടി വിരോധവും ജമാഅത്ത് വിരോധവും ഒന്നും ഈ സഖാഫിക്കൊന്നും നമ്മൾ കണ്ടില്ല. ഈ രാഷ്ട്രീയ പാർട്ടിയേക്കാൾ ഈ മതസംഘടനകൾ അധപതിക്കുന്നത് അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.